വചനം തിരുവചനം ദൈവവചനം നിത്യവചനം. ഹോർമോൺ ട്രീറ്റ്മെന്റിലൂടെ അത്തിവൃക്ഷത്തെ കൂടുതൽ ഫലപുഷ്ടമാക്കുന്ന ടെക്നോളജി കയ്യിലുള്ള ആളാണ് ആമോസ്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ബയോടെക്നോളജിയിൽ എംടെക് കഴിഞ്ഞ ആളെന്ന് കൂട്ടിക്കോ. ഇവന്റെ പ്രവചനം കേട്ടപ്പോഴത്തേക്ക് അവിടുത്തെ ഒഫീഷ്യൽ പ്രോഫറ്റ് വന്നിട്ട് പറഞ്ഞു, എടോ ദർശക, താൻ തെക്കേ രാജ്യത്തിലെങ്ങാനും പോയി പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക, നിനക്ക് വല്ലതും തിന്നാനാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ ആമോസ് പറഞ്ഞൊരു കാര്യമാണ്, തൊഴിലില്ലാഞ്ഞിട്ടൊന്നും അല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ബയോടെക്നോളജി PhD കഴിഞ്ഞിട്ട് വന്നതാ മക്കളെ. ഞാൻ എന്റെ നാട്ടിലിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, പോയി പറയടാ ഇത് വടക്കേ രാജ്യത്തിൽ, നിന്നെയൊക്കെ രക്ഷിക്കാൻ ഞാനിങ്ങോട്ട് വന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും നുറുക്കുകൾ വാങ്ങിച്ചോണ്ട് പോകാൻ ഇങ്ങോട്ട് വന്നതൊന്നും അല്ല എന്നാണ് ആമോസ് പറയുന്നത്. ഞാൻ പറഞ്ഞത്, ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ ചിന്തിക്കും ഇവരൊക്കെ വെറും പാവം ആമോസ് കാട്ടത്തിപ്പഴവും പെറുക്കിക്കൊണ്ട് നടന്ന കൂട്ടത്തിൽ കർത്താവ് പ്രവചിക്കാൻ വിളിച്ചു. അല്ല, ഹി വാസ് എ പ്രൊഫഷണൽ പേഴ്സൺ ഇൻ അഗ്രികൾച്ചറിൽ ബയോടെക്നോളജിയിൽ അന്നത്തെ കാലത്തെ ഏറ്റവും ഉയർന്ന ഒരു ജോലി ചെയ്യാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയാണ്. അതുതന്നെയല്ല, അവന് സ്വന്തമായിട്ട് ആട്ടിൻകൂട്ടം ഉണ്ടായിരുന്നതാണ്. ഇടയൻ എന്നുള്ള വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും ആടുകളുടെ പുറകെ നടക്കുന്ന ഒരു ഇടയൻ എന്ന അർത്ഥത്തിലല്ല, ആടുകളുടെ ഉടയവൻ എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നെഹമ്യാവെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവൻ അർത്തശഷ്ടാ രാജാവിന്റെ പാനപാത്ര വാഹകനായിരുന്നു. നമുക്ക് ഈ പാനപാത്ര വാഹകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിന്ത ദാഹിക്കുമ്പോൾ വെള്ളം എടുത്ത് കൊടുക്കുന്ന ആളെന്നുള്ള ഒരു ചിന്തയേ ഉള്ളൂ. അത്രയും മാത്രമേ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരികയുള്ളൂ. പക്ഷേ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റില് ഒരു പാനപാത്രവാഹകൻ എന്ന് പറയുന്നത് രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുക്കുക മാത്രമല്ല, രാജാവിന്റെ വിശ്വസ്തനായ ഉപദേഷ്ടാവും കൂടെയാണ്. പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവനൊരു വലിയ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. എന്ന് തന്നെയല്ല, ഇവൻ യെരൂശലേമിലേക്ക് വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഗവർണറായിട്ടാണ് വന്നത്. ദേശാധിപതി എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഞാൻ യഹൂദ ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ. അപ്പോൾ നെഹമ്യാവിനെ അർത്തശഷ്ടാ രാജാവ് യെരൂശലേമിലേക്ക് പറഞ്ഞു വിട്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? അവിടുത്തെ ഗവർണറായിട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഗവർണറായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ഗവർണറുടെ ശമ്പളം എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ആള് 40 ശേക്കൽ വെള്ളി വീതം വാങ്ങിയത്, അവൻ 40 ഷേക്കൽസ് ഓഫ് സിൽവർ, ഭയങ്കര പൈസയാണ് ഓരോ മാസവും അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. വന്നപ്പോഴേ അത് ആര് കൊടുക്കണം? അത് രാജാവ് കൊടുക്കത്തില്ല. ശമ്പളം എവിടുന്നാ കൊടുക്കേണ്ടത്? യെരൂശലേമിൽ നിന്നാണ്. എന്നിട്ട് അവന്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും അപ്പവും വീഞ്ഞും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആള് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ നെഹമ്യാ നമ്മൾ മനസ്സിലാക്കുന്നത്, ശമ്പളം വാങ്ങാതെ ജോലി ചെയ്തെന്ന് മാത്രമല്ല, അവരുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ തന്റെ കയ്യിലുള്ളത് ആർക്ക് കൊടുത്തു? ജനങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ലഭ്യമായിരുന്ന പദവികളെ ഉപയോഗിക്കാതെ, ലഭ്യമായിരുന്ന പ്രിവിലേജസ് ഉപയോഗിക്കാതെ, ലഭ്യമായിരുന്ന സാമ്പത്തിക മേന്മ ഉപയോഗിക്കാതെ അവൻ എന്ത് ചെയ്യാണ്? അതിനെ ഉപേക്ഷിച്ച് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുകയാണ് നെഹമ്യാ ചെയ്യുന്നത്. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ, അവൻ ദൈവത്തോട് കൂടെ ഇരിക്കുന്നപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു. കണ്ടോ? മുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്ന സ്വഭാവം. ഇതാണ് യേശുക്രിസ്തുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് കയറുന്നതല്ല, മുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്നതാണ് യേശുക്രിസ്തുവിന്റെ സ്വഭാവം. ഇന്ന് ഏത് ജോലിയിലും, സുവിശേഷ വേലയിൽ ഉൾപ്പെടെ ഏത് കാര്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? മുകളിലേക്ക് 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 മുകളിലേക്ക്. LD ക്ലാർക്ക് UD ക്ലാർക്ക് ആകുന്നു, സെഷൻ ക്ലാർക്ക് ആകുന്നു, അല്ലെങ്കിൽ ഹയർ ഗ്രേഡിലെ ഒടുവി അണ്ടർ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മനസ്സിലെ ചിന്ത.
അവിടെ എവിടെയെങ്കിലും ഒന്ന് നടന്നില്ലെങ്കിൽ നമ്മളുടെ എല്ലാ സംതൃപ്തി മാറും. ഒരാൾ താഴോട്ടിറങ്ങാൻ തയ്യാറാകുന്നില്ല. താഴോട്ടിറങ്ങാൻ തയ്യാറാകുന്നവനാണ് യേശുക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ സഭകളിലും ഒക്കെ ഉള്ള വലിയ പ്രശ്നം ഇതാണ്. ഓരോ ശുശ്രൂഷ കിട്ടുമ്പോഴത്തേക്ക് ഇയാളങ്ങ് വലിയ ആളാകുകയാണല്ലോ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തതാണ് ഈ ടി വിയിലും മറ്റുള്ള ശുശ്രൂഷകരൊക്കെ ഇത്ര ആള് കളിക്കുന്നത് കാണുമ്പോഴത്തേക്ക്. എന്തിനിങ്ങനെ ആള് കളിക്കുന്നത്? ആരെങ്കിലും ഒരുത്തിന് അവൻ പ്രാർത്ഥിച്ച് രണ്ടുപേര് സൗഖ്യമായെങ്കിൽ, ചുമ്മാ പറയുന്നതാണ് പലതും, ഇനി ചിലപ്പോൾ അങ്ങ് സൗഖ്യമായെന്ന് വെച്ചു, പിന്നെ ഏതാണ്ട് വലിയ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് പോലെയാ. പിന്നെ ആരെയൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചോണ്ടൊന്നുമല്ല, എന്താ ബ്രദറെ വന്നത് എന്നൊക്കെ ചോദിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എന്തുവാ പറയേണ്ടത്? ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച്. എന്തിനാ ഈ ശബ്ദം മാറ്റുന്നത്? എനിക്കറിയാൻ മേല. ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ശബ്ദമില്ലേ? ആ ശബ്ദം ഉപയോഗിച്ചാൽ പോലെ. പ്രസംഗിക്കുമ്പോൾ എന്തിനാ വേറെ ശബ്ദം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോൾ എന്തിനാ വേറെ ശബ്ദം ഉണ്ടാക്കുന്നത്? ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ പല ആളുകളും ഒരു പദവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെടലി വെട്ടിയതുപോലെ നടക്കുന്നതെന്ന്. ഇങ്ങനെ നടക്കത്തുള്ളൂ. ഓക്കെ, എന്നെ പെടലി വെട്ടിയോ? പെട്ടെന്നൊന്ന് തിരിഞ്ഞാൽ ഉടനെ പെടലി ആയിട്ട് പറ്റുമോ? ഇല്ലേ? ചില നടക്കുന്നില്ലേ, കൈയൊക്കെ ഇങ്ങനെ വലിയ. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? ഈ ഗിമ്മിക്സ് ഒക്കെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ താഴോട്ട് ഇറങ്ങി വാ. അതാണ് യേശു ചെയ്തത്. അതാണ് നെഹമ്യാ ചെയ്തത്. നെഹമ്യാ അവന് യോജിക്കുന്നതായ, അതായത് അവന് ശമ്പളം വാങ്ങിക്കാം, അത് അനീതിയല്ല. അവൻ ദേശാധിപതിയുടെ ശമ്പളം വാങ്ങിച്ചാൽ അത് അനീതിയാണോ? അല്ല, അത് നീതിയാണ്. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ അവൻ വാങ്ങിച്ചില്ല. അപ്പം തനിക്ക് ലഭ്യമായിരുന്നതിനെ ഉപേക്ഷിച്ചിട്ട് വന്നവനാണ് യേശു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് ചിന്തിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, ഹി വാസ് കമ്മിങ് ഡൗൺ, ദൈവ സ്വരൂപത്തിൽ നിന്ന് മനുഷ്യനായപ്പോൾ തന്നെ ദാസനായി. അല്ലാതെ അവൻ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ് ഇപ്പോൾ റോമിലെ സീസറാണ്, അയാളുടെ മോളിലേ ഇരിക്കത്തുള്ളൂ, ഈ മനുഷ്യനായാൽ തന്നെ ഞാനിങ്ങോട്ട് താഴോട്ട് വരത്തില്ലെന്നല്ല. ഒരു അടിമ വംശത്തിലേക്ക് ജനിച്ചു. അവിടെ തന്നെ അടിമ വംശത്തിൽ ഹെരോദാവിന്റെ കൊട്ടാരത്തിലല്ല ജനിച്ചത്. എന്താണ്, യഹൂദന്മാരുടെ രാജാവായിട്ട് അവൻ ജനിച്ചപ്പോഴും ഒരു പുൽക്കൂട്ടിലാണ് അവനെ കിടത്തിയത്. ഇവിടെ ജനിച്ചെന്ന് പോലും എഴുതിയിട്ടില്ല. സത്രത്തിൽ സ്ഥലമില്ലായികയാൽ അവനെ പുൽത്തൊഴുത്തിൽ കിടത്തി. അവിടുന്ന് എന്താണ്, വീടില്ലാത്തവനായി ജീവിച്ചു. ഹി ഡിഡ് നോട്ട് ഹാവ് എ ഹൗസ്. ഞാൻ ചിലപ്പം പറയാറുണ്ട്, ജീസസ് വാസ് എ പുവർ മാൻ. യേശു വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. നമ്മളൊക്കെ ഒന്നീ വീട്ടിൽ ജനിച്ചവരോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജനിച്ചവരാണ്. പുൽത്തൊഴുത്തിലൊന്നും ജനിച്ചവർ ഇരിപ്പില്ലല്ലോ. അപ്പൊ നമ്മളെക്കാൾ പാവപ്പെട്ട നിലയിലാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല. ലോകത്തിലെ ഏത് പാവപ്പെട്ടവനും യേശുവിന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ യേശു പറയും, മോനെ, നിന്റെ കാര്യം എനിക്ക് മനസ്സിലാകും, ഞാനും ഈ അവസ്ഥയിലൂടെയൊക്കെ പോയതാണെന്ന് പറയാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് തമാശയായിട്ട് പറയും, യേശുവിന്റെ അടുത്ത് ചെന്ന് ഒരു കഷ്ടത പോലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയില്ല. കർത്താവെ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കഷ്ടത എന്ന് പറയുമ്പോൾ, മോനെ, ഞാനും ഈ അവസ്ഥയിലൂടെയൊക്കെ പോയതാ മോനെ. ഞാൻ ഈ ആഫ്രിക്കയിലെ ചില കഷ്ടതയൊക്കെ വരുമ്പോൾ ഇതൊക്കെ യേശുവിന്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ, കർത്താവെ, ഞാൻ ഈ കടലിൽ കൂടെ പോയപ്പോൾ ഛർദ്ദിച്ച്, ഞാനും കടലിൽ കൂടെ പോയപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടാ. ഞാൻ ഈ കപ്പലിലൊക്കെ, പഴയ കപ്പലിലൊക്കെ നമ്മൾ യാത്ര ചെയ്യും. ഞാൻ ആഫ്രിക്ക പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വീപുകളിലൊക്കെ പോകുമ്പോഴൊക്കെ സീസിക്കായിട്ട് വോമിറ്റ് ചെയ്ത് ഒത്തിരി പ്രശ്നങ്ങൾ. കർത്താവ് പറഞ്ഞു, ഈ കാറ്റും കടലും കോളവും ഒക്കെ എനിക്കും അറിയാം. നമുക്ക് ഒരു വകയൊന്നും ചെന്നങ്ങോട്ട് പറയാൻ പറ്റുകയില്ല. ഒന്ന് ആളാകണമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അപ്പൊ കർത്താവ് പറയും, മോനെ, ഇതെല്ലാം എനിക്കും അറിയാം. എത്ര കഷ്ടം വന്നാലും കർത്താവ് പറയും, അതെല്ലാം എനിക്ക് അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏത് കഷ്ടം വരുമ്പോഴും കർത്താവിന് എന്നെ മനസ്സിലാകും. കാര്യം അവനും ഈ അവസ്ഥയിലൂടെല്ലാം കടന്നു പോയിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് ഞാൻ ചെന്ന് പറയുമ്പോഴത്തേക്ക്, ഇതുവരെ കടലിൽ കൂടെ യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് അടുത്തോട്ട് ഞാനിത് ചെന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകുമോ? സീസിക്കായി, ഛർദ്ദിച്ചു, കുടല് പോലും വെളി വരുന്നത് പോലെ തോന്നി, ചാകാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാകുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കണക്കിന് കർത്താവ് ഈ അവസ്ഥയിലൂടെല്ലാം പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. പക്ഷെ ആ യേശുവിന്റെ സ്വഭാവം എനിക്കും വേണം. ഞാനും താഴോട്ട് ഇറങ്ങിപ്പോണം. എന്റെ മിഷണറിമാർ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കും മനസ്സിലാകണം. അതുകൊണ്ട് ഞാനും കഷ്ടത്തിലൂടെ തന്നെ പോകണം. ചില ആളുകൾ പറയും, യേശു കഷ്ടം അനുഭവിച്ചു, പിന്നെ നമ്മളോട് എന്തിനാ കഷ്ടം അനുഭവിക്കുന്നത്? യേശു ക്രൂശ് എടുത്തു, പിന്നെ നമ്മളെന്തിനാ ക്രൂശ് എടുക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ,
ക്രൂശ് എടുക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇപ്പോഴും അവന്റെ വഴി തന്നെയാണെന്ന്. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും സംശയം അവന്റെ വഴിയിലാണോ ഇല്ലയോ എന്ന്. കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവൻ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ. എനിക്കൊരു സന്തോഷം എന്നാണെന്നറിയാമോ? അപ്പൊ ഞാൻ അവന്റെ വഴി തന്നെയാണ്, അല്ലേ? അതെനിക്കൊരു ഉറപ്പാണ്. കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ അവന്റെ വഴിയിൽ സഞ്ചരിക്കാൻ ദൈവം നിങ്ങൾക്ക് നൽകുന്ന അവസരമാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. കഷ്ടത ഉണ്ടാവുകയില്ല, രോഗം ഉണ്ടാവുകയില്ല, മരണം ഉണ്ടാവുകയില്ല, അപകടം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. കള്ളവാ. ഇതെല്ലാം ഉണ്ടാകും. ആർക്കാ ഉണ്ടാകാത്ത? എല്ലാവർക്കും ഉണ്ടാകും. കർത്താവിന് വേണ്ടി ഇത്ര അധ്വാനിച്ച പൗലോസിന് ഇതൊക്കെ ഉണ്ടായില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷെ ഇവിടുത്തെ ആ യേശുവിന്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന അവസരമാണ് ഈ കഷ്ടതയും മറ്റും, ഇല്ലേ? നെഹെമ്യാവ് ശമ്പളം വാങ്ങിച്ചില്ല, അവൻ ഇറങ്ങി താഴോട്ട് വന്നു. ഞാനും അതുപോലെ ഇറങ്ങി താഴോട്ട് പോകണം. ആള് കളിക്കാൻ പോകരുത്. ആളുകളോട് ഇടപെടുമ്പോൾ കൂളായിട്ട് സംസാരിക്കാൻ പഠിക്കണം. നമ്മുടെ പദവികൾ വെച്ചോണ്ട് വലിയ ഞാൻ ഇന്നാരാണ് അതാണ് ഇതാണെന്നൊന്നും പറയരുത്. ജസ്റ്റ് കം ഡൗൺ, കൂൾ, ബി കൂൾ. എന്ന് തന്നെയല്ല, എനിക്ക് വാങ്ങിക്കാവുന്നത്, എനിക്ക് ഉപയോഗിക്കാവുന്നത്, എനിക്ക് ന്യായമായത് പോലും ഉപേക്ഷിക്കണം. എനിക്ക് വേണമെങ്കിൽ ന്യായമായ കാര്യമായിരിക്കാം, പക്ഷെ മനുഷ്യന്റെ കഷ്ടത കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ന്യായമായ കാര്യം വേണ്ടാന്ന് വെക്കുന്നു. അല്ലാതെ ഞാൻ അന്യായമൊന്നും ചെയ്യുന്നില്ലല്ലോ ബ്രദറെ. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, എന്റെ ബ്രദറെ ഞാൻ അന്യായമായിട്ട് പണമൊന്നും ഉണ്ടാക്കുന്നില്ല, ന്യായമായ രീതിയിൽ ഞാൻ കാശുണ്ടാക്കുന്നു. ഇതിനെന്താ ഇപ്പൊ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. എടാ, നീ ന്യായമായിട്ട് ഉണ്ടാക്കിയ കാശ് ന്യായമായിട്ട് അധ്വാനിച്ചിട്ടും ഇല്ലാത്തവർ എത്ര പേരുണ്ട്? നീ അവർക്ക് കൊടുക്ക്. നീ ന്യായമായി ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് ദൈവം നൽകുന്ന സകല സമൃദ്ധിയും, എനിക്ക് ഭയങ്കര സമൃദ്ധിയുള്ള ആളാണ്, സംതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് എന്റെ സമൃദ്ധി. എന്റെ ഏറ്റവും വലിയ സമൃദ്ധി എന്ന് പറയുന്നത് എന്റെ സംതൃപ്തിയാണ്. എനിക്ക് എന്റെ കാര്യത്തിന് വേണ്ടി തന്നെയൊന്നുമല്ല കർത്താവ് എനിക്ക് കാശ് തരുന്നത്. എനിക്ക് അങ്ങനൊന്നും ചിന്തയില്ല. ഇതെനിക്ക് കർത്താവ് തന്നു, ഇതെന്റെ പണം എന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. എനിക്ക് കർത്താവ് പണം തന്നെങ്കിൽ, പണം ഇല്ലാത്ത ഒരാളുടെ കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കാനാ. അല്ലാതെ എന്തിനാ? ഏത് അനുഗ്രഹവും ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, അല്ലാത്ത ഒരു അനുഗ്രഹവും ഇല്ല. സങ്കീർത്തനക്കാരൻ പറയുന്ന 23-ാം സങ്കീർത്തനത്തിൽ, എന്റെ പാനപാത്രം നിറഞ്ഞ പാനപാത്രമാണ്, എനിക്ക് യാതൊന്നിനും കുറവില്ല. പക്ഷേ എന്റെ പാനപാത്രം നിറയുക മാത്രമല്ല, ഇപ്പൊ കവിയുകയും ചെയ്യുന്നുണ്ട്. അതാർക്കാ കവിയുന്നത്? വേറെ പാനപാത്രത്തിൽ ഒഴിച്ചു വെക്കാനല്ല. എന്തിനാണെന്നറിയാമോ? ദാഹിക്കുന്ന അനേകർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് ക്രിസ്തീയമായ സ്വഭാവം. നെഹെമ്യാവിന്റെ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഹി വാസ് ലിവിംഗ് ഫോർ അതേഴ്സ്. അവൻ പണം സമ്പാദിച്ചു വെക്കാനല്ല, സമ്പാദിച്ചു കൊണ്ടുവന്നതെല്ലാം അവൻ അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ പാനപാത്രവാഹകനായി അവൻ കൊണ്ടുവന്ന സകല കാര്യങ്ങളും ഹി വാസ് സ്പെൻഡിങ്. അവൻ സ്പെൻഡ് ചെയ്യാണ്. സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് തോന്നിവാസം കളയാനുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ആർക്ക്? ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നിടത്തോളം വലിയ കാര്യം വേറെ ഒന്നുമില്ല. അതാണ് ക്രിസ്തുവിന്റെ സ്വഭാവം. അത് പണം മാത്രമല്ല, എന്റെ സമയമാണെങ്കിലും എന്റെ സമയം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം, എന്റെ ആരോഗ്യം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്ന കാര്യം. നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്നാണെന്നറിയാമോ? ആവശ്യത്തിലിരിക്കുന്നവർക്ക് നമുക്ക് ഉള്ളത് കൊടുക്കുക എന്ന്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ. അതിപ്പോ പണം മാത്രമല്ല, സമയം. നിങ്ങളുടെ സമയമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ഇച്ചിരി സമയം കിട്ടിയ ഉടനെ ടിവിയുടെ മുമ്പിൽ പോയി കണ്ണും വിളിച്ച് സീരിയലും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു ആർ സ്പെൻഡിങ് ടൈം ഫോർ യുവർ സെൽഫ് ആൻഡ് യു ആർ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക്. ആ സമയം കൊണ്ട് ഈ ഞായറാഴ്ചയുള്ള ആശുപത്രിയിൽ പോയി പാവങ്ങളെ പോയി കണ്ട് അവരുടെ ബെഡേ പോയി അവരുടെ കൂടെ അല്പം ഒന്ന് സമയം ചെലവഴിക്കുക. ഈ സീരിയൽ കാണുന്ന സമയം കൊണ്ട്, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങളൊന്ന് ചെല്ല്. ആ മനുഷ്യരുടെ അടുത്ത് ചെല്ലാൻ ആരുമില്ല. അവർക്ക് വേണ്ടത് പൈസ അല്ല. പൈസ വേണ്ടുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കുക. പക്ഷെ പൈസയേക്കാൾ കൂടുതൽ അവർക്ക് ആവശ്യമുള്ളത് അല്പസമയമാണ്. നിങ്ങളുടെ ഒരു സമയം, ഒരു പുഞ്ചിരി കൊണ്ട് കൊടുക്കുക. സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകും. ഇതുള്ള സമയം മുഴുവൻ ഇപ്പൊ അതുപോലും വേണ്ട. ഈ പിള്ളേരൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദോഷത്തിലൊന്നാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം. ഇത്രയും സമയം പിശാച് കൊണ്ടുപോകുന്ന ഒരു സാധനം വേറെ ഇല്ല. ഇത്രയും സ്പെൻഡ് യുവർ ടൈം ഫോർ അതേഴ്സ്. പ്രായമുള്ള അമ്മച്ചിമാരുടെ അടുത്തൊക്കെ പോയി അല്പസമയം ഒന്ന് പോയി ഇരുന്ന് വർത്തമാനമൊക്കെ പറയും. അവരെന്തെങ്കിലും പറയട്ടെ. അവർ ഒരു പ്രാവശ്യം 20 പ്രാവശ്യം പറയും. ഒരു കാര്യം 25 പ്രാവശ്യം പറയും. കേട്ടിരിക്കുക. അവർക്ക് ഇത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല, അവർക്കൊന്ന് സംസാരിക്കാൻ ആളെ വേണം, അത്രേ ഉള്ളൂ. നിങ്ങൾ 16 പ്രാവശ്യം കേട്ടാലും അമ്മച്ചി ഇതിപ്പോ 17ാമത്തെ പ്രാവശ്യമാണെന്ന് പറയണ്ട, 250ാമത്തെ പ്രാവശ്യമാണെങ്കിൽ അവർ പറയണ്ടേ. എടി, അവർക്ക് വേണ്ടത് നിങ്ങളുടെ ആ സാമീപ്യമാണ്. നിങ്ങളൊന്ന് പോയി ഇരുന്നാൽ മതി. സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും.
ഞാൻ 100% വിശ്വസിക്കുന്നു, ഈ പ്രായമുള്ള ആളുകൾ, ആരുമില്ലാത്ത ആളുകളുടെ അടുത്ത് നിങ്ങൾ പോയി ഇരുന്ന് അല്പസമയം അവർ പറയുന്നത് കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. അതൊക്കെയാ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത്. ദാറ്റ്സ് സംതിങ് ബിഗ്. നമ്മളിപ്പോൾ ആർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്കില്ല. കാരണം നമ്മുടെ സമയം മുഴുവൻ സാത്താൻ കൊണ്ടുപോയിരിക്കുകയാണ്, പിശാച് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു വീട്ടിപ്പെട്ടിയുടെ മുമ്പിൽ പോയിരുന്ന് സീരിയലും കണ്ടോണ്ട് എന്തോ നിങ്ങൾക്ക് കിട്ടുന്നേ ഞാൻ അറിയാൻ വയ്യ ചോദിക്കുക. ലോകത്തിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ആത്മീയം പോട്ടെ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇവിടെ സ്പെൻഡ് യുവർ ടൈം ഫോർ അതേഴ്സ്. അതാണ് ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം. അവിടെയൊക്കെയാണ് ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിലുമുണ്ടായി. വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിലുമുണ്ടായി. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. വചനം മാംസമെടുത്തുലകിൽ ഭൂവാസികളൊത്തു വസിച്ചലിവിൽ. വചനം മാംസമെടുത്തുലകിൽ ഭൂവാസികളൊത്തു വസിച്ചലിവിൽ. അവനെ കൈക്കൊണ്ടവരെല്ലാരും ദൈവിക സുതരായി തീർന്നു. അവനെ കൈക്കൊണ്ടവരെല്ലാരും ദൈവിക സുതരായി തീർന്നു. വചനം തിരുവചനം ദൈവവചനം നിത്യ
നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം